മദ്രാസ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റിന് നോട്ടീസ് നൽകിയ ഡിഎംകെ GR സ്വാമിനാഥനെതിരെ 120 എംപിമാർ ഒപ്പിട്ട നോട്ടീസ് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി. പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എംപിമാർ നോട്ടീസിൽ ഒപ്പിട്ടു. കാർത്തിക ദീപം തെളിയിക്കാൻ ഒരു വിഭാഗത്തിന് അനുമതി നൽകിയ വിധിയെ ചോദ്യം ചെയ്താണ് ഡിഎംകെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്. സജു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിന, പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ തിരുപ്പൻകുന്നം മലൈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു വിധിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നതാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് ഡിഎംകെ എംപിമാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. അവർ ഏറ്റവും ഒടുവിലായി അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദീപം തെളിയിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ തന്നെ വലിയ തോതിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ദർഗയുടെ അടുത്ത് ഇപ്പോൾ ഉത്തരവിട്ട ജസ്റ്റിസ് സ്വാമിനാഥന്റെ ഉത്തരവിനെയാണ് ഇപ്പോൾ അവർ ചോദ്യം ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2017 ഉത്തരവിന് വിരുദ്ധമായി സിക്കന്ദർ ദർഗയുടെ സമീപം ദീപം തെളിയിക്കാനാണ് ഇപ്പോൾ ജസ്റ്റിസ് സ്വാമിനാഥൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിഎംകെ എംപിമാർ 120 എംപിമാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിക്ക് ഇപ്പോൾ ഒരുങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇംപീച്ച്മെന്റിന് നോട്ടീസ് നൽകണമെങ്കിൽ ലോക്സഭയിൽ 100ഉം രാജ്യസഭയിൽ 50 എംപിമാരുടെയും പിന്തുണ വേണം. അത്തരത്തിൽ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഡിഎംകെയുടെ ഭാഗത്തുനിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷമാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കാനുള്ളത്. അതിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഇപ്പോൾ തിരുപ്പൻകുന്നം മല ക്ഷേത്രത്തിലെ ഈ ഒരു ദീപം തെളിയിക്കൽ വിവാദം.